സ്നേഹാദരണിയായ അധ്യക്ഷ, സ്കൂൾ മാനേജർ സിസ്റ്റർ സിമിലിയ, സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ അൽഫോൻസ, ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ ജെയ്സ് തോമസ്, ബഹുമാനപ്പെട്ട ജ്ഞാനാലയം നൽകുന്ന സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ പ്രിൻസി തോമസ്, മറുപടി പ്രശ്നം പറയുന്നത് മാരി വൈഷ്ണവി, പ്രതിനിധിയായിരിക്കുന്ന മാരി ജീവൻ ജോർജ്, ഇവിടെ കലാപരിപാടിയിൽ നല്ലൊരു നൃത്തസംഗീത ശില്പം അവതരിപ്പിച്ച കൊച്ചുകുട്ടികൾ, ബർത്ത്ഡേ അഭിമാനപുളകിതരായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട 100% വിജയം നേടിയ കുട്ടികളെ, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടിമാരെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ ഈ ബർത്ത്ഡേ ആഘോഷങ്ങളിലും അതുപോലെ തന്നെ വിവിധ ക്ലബ്ബുകളുടെ ഇനാഗുറേഷൻ പരിപാടിയിലും പങ്കെടുക്കുവാൻ സാധിച്ചതിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായതും ഏറ്റവും സന്തോഷപ്രദവുമായ കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ 100% വിജയം ലഭിച്ച കുട്ടികൾ ആദ്യത്തെ ചവിട്ടുപടിയിൽ ഏറ്റവും നല്ല വിജയം നേടിയവരാണ്. നിങ്ങൾക്ക് ആദ്യമായി തന്നെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ കൊച്ചു ക്ലാസ്സുകളിലെ കൊച്ചു മിടുക്കിമാർക്ക് നിങ്ങളുടെ ചേച്ചിമാരുടെ വിജയം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ചേച്ചിമാരുടെ വിജയം കണ്ടു പഠിക്കുക. അതുപോലെ നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ മൂല്യങ്ങളും നമ്മുടെ ജീവിതകാലത്ത് ഓരോ അവസരങ്ങളിൽ അത് പ്രയോഗിക്കുവാനുള്ള അവസരവും ഉണ്ടാവട്ടെ. മൂല്യബോധത്തോടെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ. എന്നിവിടെ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വായന നല്ല രീതിയിൽ പുസ്തകങ്ങൾ വായിച്ച് ചിന്തിച്ച് ചിന്തോദ്ദീപകമായ ഒരു മുൻപോട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വായന നമ്മളെ എപ്പോഴും വളർത്തുകയേ ഉള്ളൂ. ഇന്ന് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ വായനയുടെ മൂല്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും ദിവസവും കുറച്ച് സമയമെങ്കിലും വായനയ്ക്കായി മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നല്ല അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, അതുപോലെ കലയുടെ, സാഹിത്യത്തിൻ്റെ ഒക്കെ ലോകത്ത് നിങ്ങൾക്ക് അഭിരമിക്കുവാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാകും. പഠനകാലത്തുണ്ടാകുന്ന ടെൻഷനുകളൊക്കെ മാറ്റുവാൻ നിങ്ങൾക്ക് ഈ അറിവിൻ്റെ ലോകം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. നിങ്ങൾ ഓരോരുത്തരും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല കൃതികൾ. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ഈ സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ, സിസ്റ്റർ പറഞ്ഞതുപോലെ സാഹിത്യ ക്ലബ്ബുകളുണ്ട്, വിദ്യാരംഭം, വിജ്ഞാന കളരികളുണ്ട്, അതുപോലെ തന്നെ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ് ക്ലബ്ബുകൾ. ഇതെല്ലാം നമ്മുടെ ഭാവി ജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്പെടുന്നവയാണ്. പാഠ്യവിഷയങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ട് വിജയങ്ങൾ കൈവരിച്ചുകൊണ്ട് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം അതിനുള്ള ഒരു അവസരമാണ് നമ്മുടെ സ്കൂളിലെ വിവിധങ്ങളായ ക്ലബ്ബുകൾ. നിങ്ങളെല്ലാവരും പല ക്ലബ്ബുകളിൽ അംഗങ്ങളാവുകയും അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയും അതിൻ്റെ നല്ല നല്ല മൂല്യങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ടുള്ള ജീവിതത്തിൽ നല്ല വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ. ഇന്നിവിടെ ഈ വിവിധങ്ങളായ ക്ലബ്ബുകളിൽ പങ്കെടുക്കുവാനും ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഈ വിവിധങ്ങളായ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ, മുൻപോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വഴികാട്ടികളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.
ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി